അതാ സദ്യയൊക്കെ റെഡി ആയിട്ടുണ്ട്. എന്നാ ഷിഫു ഓരോന്ന് പറഞ്ഞു കൊടുത്താ. ഇത് പപ്പടം എല്ലാവർക്കും അറിയണേ. ഇത് പപ്പടം, ഇത് ബീട്രൂട്ട് അച്ചാറ്, ക്യാബേജ് തോരന്, വെണ്ടക്ക മെഴുക്ക് വരട്ടി, അവിയല്, ഇഞ്ചിക്കറി, ഓലന്, ബീട്രൂട്ട് കിച്ചടി, എരിശ്ശേരി, പിന്നെ പായസം, പിന്നെ പഴം കാണാൻ രസം. ഉമ്മാൻ്റെ സ്പെഷ്യൽ രസം, സാമ്പാർ, പഴം അവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഉണ്ടാക്കിയ സദ്യക്കുള്ളത്. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ബോട്ടിയുണ്ട്, നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് ബോട്ടി. പിന്നെ പൊറാട്ടയുണ്ടെന്ന് രാവിലെ കടി ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ബോട്ടി, ഇത് നമ്മൾ നാളെ നെസ്റ്റോന്ന് വാങ്ങിയ ബോട്ടിയുണ്ട്. നല്ല ഫ്രഷായിട്ട് ഇതാ മുറിച്ചിട്ട് കഴുകി പാക്കാക്കി തരണം കേട്ടോ അവർ. ഇതിന് എത്ര കിലോ 200 എത്രയാണ് പൈസ, 200 ചില്ലറ റുപ്യ. ഇപ്പം ഇന്ന് പൊറാട്ടയും ബോട്ടി വരട്ടിയിടുവാണ് കേട്ടോ. ഇതാ ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പിൻ്റെ ഇല, ചപ്പ് ഇവിടെ ഉണ്ട്, വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. ചപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ തക്കാളി, പച്ചമുളക്, ഇതൊക്കെ പാടെ ഒന്നിച്ച് കുക്കറിലാണ് ഇട്ടിട്ട് ഗരം മസാല, മല്ലി, മഞ്ഞൾ, ഉലുവ. ബോട്ടി ഉണ്ടാക്കണതിൽ തന്നെ അങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ്. പൊറാട്ട ഇന്ന് മോള് വരുന്നുണ്ട്. മോളിപ്പോൾ കുറേ ദിവസം കഴിഞ്ഞ് ശേഷം വരികയാണ്. അപ്പോൾ അന്ന് നാളെ ഷിഫു പോവുകയാണ്. അപ്പോൾ പിന്നെ ഇനി പൊറാട്ട ആക്കാൻ വിചാരിച്ച്. അപ്പോൾ ഇന്ന് രാവിലെ പൊറാട്ടയും ബോട്ടി വരട്ടിയതും. അപ്പോൾ അത് ബോട്ടി കുക്കറിലിട്ടിട്ടുണ്ട്. ആദ്യം വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി ഇതൊക്കെ ഒന്നിച്ചാണ്. ഉരുളൻകിഴങ്ങ്, പച്ചമുളക്, പിന്നെ ചപ്പ്, കറിവേപ്പിൻ്റെ ഇല, കറിവേപ്പിൻ്റെ ഇല തീരുണ്ട്. കറിവേപ്പിൻ്റെ ഇല, പിന്നെ ഇത് ഉലുവ. ഇത് കുറച്ച് അധികമാണ്, 2 സ്പൂൺ 3 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ മല്ലി, നല്ല മസാല തോന വേണമല്ല, ഞാൻ രസം ഉണ്ടാവില്ല. പൊറാട്ടയ്ക്കാകുമ്പോൾ കുറച്ച് ഗ്രേവി ആയിക്കാണ്ടാവുമ്പോൾ മല്ലിപ്പൊടി കുറച്ച് തോന ഇടുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി 2 സ്പൂണ്, പിന്നെ മുളകും പൊടി 2 സ്പൂണ്, പിന്നെ വലിയ ജീരകം 2 സ്പൂണ്, പിന്നെ ഉപ്പിടുന്നുണ്ട്. പിന്നെ ഗരം മസാല, കുറച്ച് ഗരം മസാല ഇട്ടുണ്ട്. പിന്നെ കാശ്മീരിൻ്റെ മുളകും പൊടി, കുറച്ച് കാശ്മീരി മുളകും പൊടി, പിന്നെ കുറച്ച് കുരുമുളക് ഇടും. പിന്നെ ക്യാപ്സിക്കം, മഞ്ഞ ക്യാപ്സിക്കം, ചുവപ്പ് ക്യാപ്സിക്കം, പിന്നെ കുറച്ച് വെള്ളം കുറച്ച് വെച്ചാൽ മതി. അതിൻ്റെ തന്നെ ഉണ്ടാവും. നെയ്യ്, പിന്നെ ചെറുനാരങ്ങ നീര്. അങ്ങനെ ഇതാ മസാലയൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. എല്ലാം റെഡി ആയിക്കണം. ഇനി 4 വിസിലടുപ്പിച്ചതിന് ശേഷം തൂമ്പിച്ചെടുക്കുക. ഇറച്ചൊക്കെ അതാ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. 8-9 വിസിലടിച്ചതിന് ശേഷം അങ്ങനെ വെന്ത് കിട്ടിക്കുന്നത്. കുറച്ച് ഗ്രേവി വേണം. പൊറാട്ടയ്ക്ക് വേറെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ചീരുള്ളി ഇതാ ഇവിടെ മൂപ്പിച്ചുന്നുണ്ട്. വേറെ ഒന്നും ഇടണി കേട്ടോ, അതൊക്കെ ഇട്ടതുകൊണ്ട് ചീരുള്ളി മാത്രം മൂപ്പിച്ചാൽ. അങ്ങനെ ഇതാ പൊറാട്ട പൂള വാങ്ങാച്ചിട്ടായിരുന്നു. പൂള കിട്ടിയില്ല, പിന്നെ പൊറാട്ട ആക്കാൻ വിചാരിച്ചു. പൊറാട്ട, കട്ടൻ ചായ, പിന്നെ ഇതാ തൂമ്പിച്ചൊക്കെ സെറ്റായിട്ടുണ്ട്. വെട്ടിയിറച്ചി ബോട്ടി എന്നൊക്കെ പറയും. ബോട്ടി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ചായ കുടിക്കട്ടെ. മോള് സിനു പോന്നിക്കണമെന്ന് അറിഞ്ഞ് ഇവിടെ എത്തല എപ്പോഴും അറിയില്ല. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കട്ടെ, വന്നിട്ട് നോക്കും കൊടുക്കണം.
അങ്ങനെ ചായയുടെ കഴിഞ്ഞ് മോള് വന്നിട്ടുണ്ടായിരുന്നു. മോള് വന്നപ്പോൾ 10 മണി 10:30 ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. ആ സമയത്താണ് മോള് വന്നത്. ബസ്സിനാണ് വന്നിട്ടുണ്ടായിരുന്നത്. തിരൂന്ന് വാരത്തുപടിക്ക് ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോ വിളിച്ച് പോകുന്നതായിരുന്നു. ഒരു മാസമായി എൻ്റെ കുട്ടി പോയിട്ട്. ഇപ്പോൾ വരികയാണ് കേട്ടോ. ഞാൻ പോയി നോക്കിയിട്ടുണ്ടായിരുന്നില്ല, വീഡിയോ കോൾ ചെയ്യുന്നല്ലാതെ. അങ്ങനെ ഇപ്പോൾ വരികയാണ്. 8 ദിവസം നിൽക്കും ഇഞ്ഞിട്ട് വന്നാൽ, ഓണപ്പൂട്ടൊക്കെ ഉള്ളു. അങ്ങനെ അതാണ് വന്നൊക്കെ ഫുഡ് കൊടുക്കുകയാണ്. പൊറാട്ടയും ബോട്ടി വരട്ടിയതും കഴിക്കുന്നുണ്ട് ഓള്. ഞങ്ങളെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഓള് മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾ ഒറ്റക്ക് കഴിക്കുകയാണ്. ഇതാ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തതുണ്ട്. പിന്നെ ഇതാ സാമ്പാർക്ക് ഇതാ കഷ്ണങ്ങൾ. പിന്നെ അതെന്തൊക്കെയാണ് പേര്, അതൊക്കെ ഞോള് പറഞ്ഞുതരും. പിന്നെ ഇതവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതാ വേറെ എന്തൊക്കെയാണ് അരിയുന്നുണ്ട്. ക്യാരറ്റ് അരിയുന്നുണ്ട്, ഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മത്തനതാ, പിന്നെ കടലുണ്ട്. അതെന്ത് സാധനം? ക്യാരറ്റ്. പയർ അത് ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ച് മമ്പയർ. മത്തനും കൂടി ഉണ്ടാക്കാൻ. ആദ്യം തേങ്ങ ചേരണ്ടണം കേട്ടോ. ഗ്രൈൻഡറിൽ തേങ്ങ എൻ്റെ വീഡിയോ കാണിച്ചായിരുന്നു. ഗ്രൈൻഡറിൽ എങ്ങനെ തേങ്ങ ചേരണ്ടെന്നുള്ളത്, തേങ്ങ പൊളിച്ചിട്ട് ചേരണ്ട വീഡിയോ കാണിച്ചായിരുന്നു. ഞങ്ങതാ 2 തേങ്ങ ഫുള്ളാണത്. 2 തേങ്ങ ഫുള്ള് തരണ്ടി കഴിഞ്ഞതാ. 2 തേങ്ങ. അപ്പോൾ തേങ്ങൻ്റെ എല്ലൊക്കെ കഴിഞ്ഞ് ഷിഫു ആണെന്ന് കുക്കിങ്ങിന് ഒരുങ്ങിയിരിക്കണം കേട്ടോ. ഞാനും ഒന്നിക്കില്ല, തേങ്ങ ചിരണ്ടി കൊടുത്ത് ബാക്കി ഫുള്ള് ഓളം ഉണ്ടായിക്കോളാന്ന് പറഞ്ഞു. എനിക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ല. പിന്നെ ഇവിടുത്തെ കേബേജ് തോരനാണ് ഉണ്ടാക്കുന്നത്. കേബേജും ക്യാരറ്റും കൂടി ഉണ്ടായിക്കാണ്ട് തേങ്ങ ചതച്ചത്. അങ്ങനെ അതിൽ തോനെ തേങ്ങ ചിരണ്ടിക്കണം. അതിനാണ് കേട്ടോ. 2 തേങ്ങ ചിരണ്ടി അത് എല്ലാറ്റേക്കും വേണമല്ലോ തേങ്ങ ചതച്ചിട്ടിടൽ. എനിക്ക് ഉണ്ടാക്കാനൊന്നും അറിയാം. തേങ്ങ ഞാൻ ചിരണ്ടി കൊടുത്ത മിക്സിയിൽ. തോനാവുമ്പോൾ പിന്നെ നമുക്ക് ചിരണ്ടാൻ കുറേ പാടാണല്ലോ. അപ്പം അങ്ങനെ ഓക്കങ്ങനെ ചിരണ്ടി കൊടുത്തായിരുന്നു. അങ്ങനെ കേബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതെന്താ സംഭവം? ബീട്രൂട്ടോ? ഇതെങ്ങനെ ഉണ്ടാക്കിയത്? ബീട്രൂട്ട് ഹാഫ് കുക്ക് ചെയ്തിട്ട് ഉറക്കെ പറയും. കുക്കിംഗ് മെയിൻ ആളാണ്, സദ്യയുടെ മെയിൻ ആള്. ഇത് ബീട്രൂട്ട് ഉപ്പേരില്ലേ? കിച്ചടി. ബീട്രൂട്ട് കിച്ചടി. ചമ്മന്തി അരക്കല്ല ഇതിൽ? ചമ്മന്തി ഇട്ടില്ലേ? കേബേജ് അല്ല ബീട്രൂട്ട് വേവിച്ചതിന് ശേഷം ചമ്മന്തി ഇട്ട് ഗ്രേറ്റ് ചെയ്തില്ലേ? ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. രസമാണ് കാണാൻ. വെന്തതിന് ശേഷം തൈര് ഒഴിക്കുക. സാമ്പാർ കുക്കറിൽ വേവുന്നുണ്ട്. റൈസ് കുക്കറിൽ ചോറ് വേവുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഐറ്റം. മൂന്നാമത്തെ ഐറ്റം ഇതെന്താ പേര്? അവിയൽ. മറ്റേത് നമുക്ക് തൂമ്പിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വീടെടുക്കാൻ മറന്നു. ക്യാരറ്റ് ഉപ്പേരി അല്ലേ? അല്ല, എന്താണ്? ബീട്രൂട്ട് കിച്ചടി തൂമ്പിച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. വീടെടുത്തിട്ടില്ല. ഇത് മൂന്നാമത്തതില്ലേ? ബീട്രൂട്ട് അച്ചാറാണ് എൻ്റെ സ്പെഷ്യൽ. കടക് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പിൻ്റെ ഇല, പിന്നെ അച്ചാറും പൊടി ഇടുക. കാശ്മീരി മുളകും പൊടി, കുറച്ച് മുളകും പൊടി കുറച്ച്, ഗ്രേറ്റ് ചെയ്തിട്ട്, പിന്നെ സുർക്ക, കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഉപ്പ്. ബീട്രൂട്ട് അച്ചാർ റെഡിയായി. അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഈ തേങ്ങ മിക്സ് ചെയ്ത്, തേങ്ങ ചീരുള്ളിയും അല്ലേ, പച്ചമുളകും ചമ്മന്തി പോലല്ലത്, ചെറു ജീരകം
വലിയ ജീരകം വലിയ ജീരകം ചീരുള്ളിയും പച്ചമുളകും അല്ലേ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതങ്ങനെ അവിടെ വേവട്ടെ. ഇതാ ചെറിയുള്ളി അല്ലേ ഇത് ചെറിയുള്ളി വെളിച്ചെണ്ണയിൽ മൂപ്പിക്കുകയാണ്. ഇതെന്താ ഇഞ്ചിക്കറിക്കാ ഇഞ്ചിക്കറിയാ എങ്ങനെ ഇഞ്ചിക്കറി ഇത് ഇഞ്ചിക്കറി ആണ് കേസ് ഇഞ്ചി വെളിച്ചെണ്ണി മൂപ്പി ഞങ്ങൾക്ക് നടാടെ കാണുകയാണ് ഇതൊക്കെ. എൻ്റെ മരമൊക്കെ ഇങ്ങനത്തെ റെസിപ്പിയൊക്കെ അറിയായിരുന്ന ഞാൻ അറിഞ്ഞില്ല. ഇതിക്കിടട്ടെ ശരിയല്ല ഇത് തീക്കിടുക രണ്ടും കൂടിയാ ഈ വെളിച്ചെണ്ണല്ലേ നമ്മൾ മറ്റു ചട്ടിയോടെ ശരിയാക്കാദ്യം ഇത് ഇഞ്ചി ആയിക്കോയ്ക്ക അല്ല ഞാൻ അത് തൂമ്പിച്ചയക്കുക അല്ലേ ചൂടാറാ എരിയിട്ട് തൂമ്പിച്ചൊഴിക്കുക അല്ലേ സാമ്പാർ ഇതാ റെഡിയാക്കി വരുന്നു. വെളിച്ചെണ്ണയ്ക്ക് കടകിടുക. ഇഞ്ചിക്കറി അല്ലത് ഇഞ്ചിക്കറി. ഇതെന്താ പച്ചമുളകാ പൊട്ടിട്ട് വെച്ചിട്ടാ കാശ്മീരി മുളകും പൊടി. ആ മുളക് വാ കാശ്മീരി 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 കാശ്മീരി. ഇതിൻ്റെ അടിയിൽ ഞങ്ങൾ പഠനം നടത്തുന്നുണ്ട് കാശ്മീറാ കാശ്മീരി കാശ്മീരി. കുട്ടികളൊക്കെ വിദ്യാഭ്യാസം വരെയൊക്കെ ഉമ്മ ഒന്നും അറിയാതായി. മഞ്ഞപ്പൊടി അല്ലേ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ആ സാധാ കറി വെക്കണല്ലേ. അപ്പോൾ ഒരാളും കൂടി നമ്മളെ ഗ്രൂപ്പ് കയറിയിട്ടുണ്ട്. ഏതാ കുക്കിംഗ് ഡ്യൂട്ടിക്ക് ഒരാളൊക്കെ ഉറങ്ങിച്ചിപ്പോൾ വരികയാണ്. മൂന്താണ് ചിരിച്ച മൂന്താ. പിന്നെ എന്താ ഉലുവ ഇടുന്നുണ്ട്. കായ ഉണ്ടതാ കായം പൊട്ടിച്ചിട്ടാണ് മറ്റേ പഴയത് കഴിഞ്ഞത്. പിന്നെ ഇതാ ഉപ്പ് ഇടുന്നുണ്ട് കായപ്പൊടി ഇടുന്നുണ്ട്. ഉലുവ ഇട്ടില്ലേ കായപ്പൊടി കായപ്പൊടി ഷിബി ഇട്ടിരുന്നു. നീ ഇളക്കി കൊടുത്താ ഞാൻ ക്യാമറമാനാണ് ഇവിടുത്തെ. എനിക്ക് കുക്കിംഗ് ഡ്യൂട്ടി ഇല്ല. ഇനി ലാസ്റ്റ് പുളിവെള്ളം അല്ല ശർക്കര ഉള്ളത് പുളിവെള്ളം എന്നിട്ട് ശർക്കര അല്ലേ. പുളിവെള്ളം തിളച്ചിട്ട് ശർക്കര ഇടലാ. ഇത് ഇഞ്ചിക്കറി അല്ലേടി. ഇതാണ് ഇഞ്ചിക്കറി. ഇഞ്ചി പൊടിച്ചിട്ട് അല്ലേ വറുത്ത് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞിട്ട് വറുത്ത് പൊടിച്ചിട്ട് അതിക്ക് ശർക്കര പുളി അല്ലേ. പിന്നെ മുളകും പൊടി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇടുക അച്ചാറും പൊടി കടക് കറിവേപ്പിൻ്റെ ഇല അച്ചാറും പൊടി ചെയ്യുക. അച്ചാറും പൊടി ഇല്ല കറിയാണല്ലേ. ഇനി ഇത് കുറുകിയിട്ട് കാണാം. അപ്പോൾ അതാ കുറുകി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി കുറുകാണ്. അതാ പായസത്തോടെ റെഡിയായി തിളച്ചാൽ മതി. വെണ്ടക്ക മെഴുക്കുപരി എന്താണ് വെണ്ടക്ക മെഴുക്കുപരിട്ടി എന്തൊക്കെ കേട്ടോ. ഇത് വെണ്ടയ്ക്ക് കോഴിമുട്ടയും ഉള്ളിയല്ലേ. ഇത് എനിക്ക് ഉണ്ടാക്കാറില്ല പേരറിയില്ല എന്നാണ്. വെണ്ടക്ക വാട്ടിയിട്ട് കോഴിമുട്ട ഒക്കെ ഇട്ടിട്ടില്ലേ. ഏതാ മസാല മഞ്ഞപ്പൊടി മാത്രം അങ്ങനെ റെഡിയായിട്ടുണ്ട്. ഉപ്പും മഞ്ഞപ്പൊടി ഇതല്ലേ. അടുത്തത് ഇതെന്താ ഒരു സാധനം എരിശ്ശേരിയാ എരിശ്ശേരി. ഇതിലെന്താ കടലല്ലത് കടലയും മത്തനും അല്ലേ. മൺപയറും മത്തനും പിന്നെ തേങ്ങ അല്ലേ തേങ്ങയും കൂടി ഇടുന്നത് അങ്ങനെ ഒക്കെ ഒന്നും അറിയില്ല മക്കളെ. ഇവിടെ അതെന്തെന്തിനുള്ളതെന്നാവാം.
മമ്പയർ. അടുത്ത ഇതാ കൂട്ടുകറി. ഇതെന്താണ്? കടല, ക്യാരറ്റ്, ഉരുളൻകിഴങ്ങ് ഇല്ലേ? ഇനി എന്താ മസാല ഇടുക? ഇത് ഓലന്, ഇത് കുമ്പളങ്ങ, ഇത് കടലല്ലടി, വൻപയറും പിന്നെ കറിവേപ്പിൻ്റെ ഇല, തേങ്ങാപ്പാൽ, ഇതിങ്ങനെ. പിന്നെ രസം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയായി, മസാല ഇട്ട് അല്ലേ? കൂട്ടുകറി. ഓലനൊക്കെ മാറി വെറും പയറി. ഓണം വെക്കണാണ് എടുക്കണില്ല. അത് വഴങ്ങിട്ട് ചെയ്യാം. ഇനിണ്ടാ അത് അല്ല, ഒരു പ്ലേറ്റിലുള്ള മാത്രം എടുക്കാം. പിന്നെ ലാസ്റ്റ് എല്ലാം കൂടി ആക്കാം. ഇഞ്ചിയുടെ ഇഞ്ചിപ്പുളിയുടെ മറ്റേ സാധനം എന്താ? ഇഞ്ചിപ്പുളി എല്ലാവരും കുറച്ചിട്ട് ചാല് പറയാം, കുറച്ചുള്ളൂ. മൂത്ത നാക്കും വന്നു. നാത്തിൻ്റെ സദ്യയുടെ ടേസ്റ്റ് നോക്കാം. അപ്പോൾ അതാ സദ്യയൊക്കെ റെഡി ആയിട്ടുണ്ട്. എന്നാ ഷിഫു ഓരോന്ന് പറഞ്ഞു കൊടുത്താ. ഇത് ഇത് പപ്പടം എല്ലാവർക്കും വരണ്ട. ഇത് പപ്പടം, ഇത് ബീട്രൂട്ട് അച്ചാറ്, കാബേജ് തോരന്, വെണ്ടക്ക മെഴുക്ക് പറ്റി, അവിയല്, ഇഞ്ചിക്കറി, ഓലന്, ബീട്രൂട്ട് കിച്ചടി, എരിശ്ശേരി, പിന്നെ പായസം, പിന്നെ പഴം കാണാൻ രസം. സ്പെഷ്യൽ രസം, സാമ്പാർ, പഴം അവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഉണ്ടാക്കിയ സദ്യക്ക് ഉള്ളത്. ചിക്കൻ കാണില്ല, ഇഞ്ചി മാത്രം. ചിക്കൻ കാണില്ല, നീ കാണില്ല. പായസം കാണില്ലാത്തില്ല. നോക്കിക്കുന്നു സാമ്പാറിന് ചോറ്. കുഞ്ചി ഇത് കൊണ്ട് ഇത് ഭാഷ രാത്രിയല്ലേ ഒരു മിനിറ്റ്. പപ്പടം പിന്നെ പഴം അതാ പൂണുണ്ട്, പിന്നെ പായസം. എന്നിട്ട് ഇങ്ങനെ മുത്ത് കാണുന്നില്ലേ? എന്നിട്ട് ഈ പഴം അതാകെ നല്ല ഉടക്കണം കേട്ടാ. എനിക്കാണാ നോക്കണ്ടാ? ബിസ്മില്ലാ. വെച്ചുകൊണ്ടുപോയി കുറച്ചും കൂടി പായസം മാറണം. പായസം കുറവ്.
ഇന്നലെ പോയാ അവിടെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞത് ഇവിടെ തന്നെ ഇല്ല അപ്പം അതാ ഇതെന്താണ് നെറ്റില്ലേറ്റ് വൈഫൈ പോയില്ല കഥ ഇങ്ങനെ വെച്ചാൽ മുത്തുന് ക്യാമറ കാണിച്ചെടുത്താ ഇത് കാണില്ല പോയാ ഇതാ പപ്പടം പൊടിക്കണം എൻ്റെ മോനെ അവിടെ നിന്ന് കാണുന്നുണ്ട് ഇവിടെ മോനെ കാണാൻ അതാ യൂട്യൂബില് സബ്സ്ക്രൈബേഴ്സോട് പറയാം എൻ്റെ മോന് കൂടെ ഉണ്ട് വെച്ചാൻ ഇഞ്ചി സദ്യ എന്നടാ ഹോട്ടലിൽ സദ്യ ഉണ്ടാവല്ലോ ഇല്ലേ മോനക്ക് എൻ്റെ ഫുഡ് കിട്ടുമോ നമ്മൾ ഇങ്ങോട്ട് ഉഷാറാ ഞങ്ങൾ ഷിഫ് പോവാനായില്ല ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ ഉണ്ടാവില്ല അടിച്ചിട്ട് ഓള് തിങ്കളാഴ്ച പോവല്ലേ അപ്പം അതാ ഫുള്ളായി പ്ലേറ്റൊക്കെ അതാ കാലിയായി പ്ലേറ്റ് ഇല മടക്കി അങ്ങനെയാണ് അപ്പം അതാ ഞങ്ങൾ സദ്യ ഒക്കെ കഴിച്ചു കഴിഞ്ഞു ഇതൊക്കെ ഫുള്ളായി ഇതാ മരുവ ഉണ്ടാക്കി സദ്യയായിരുന്നു സൂപ്പറാണ് കേട്ടോ മോളെ ഷിബിതാ രസല്ലേ സദ്യ ലിപ്റ്റിക്കും മേക്കപ്പ് ഒന്നും ഇല്ലാത്ത വീട് അപ്പം ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ അപ്പം എല്ലാവർക്കും അസ്സലാമു അലൈക്കും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ ബൈ